ഹലോ ഗൈസ്, എല്ലാവരും എന്തെടുക്കുക? ഇനി നമുക്ക് ഉത്സവത്തിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ കാണാം. അന്ന് അമ്മ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളവും ചോറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. സാമ്പാറും ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയും പായസവും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാമൻ വരുന്നത്. അപ്പം മാമന് ഇപ്പം അപ്പ കൂടിയില്ല, പുള്ളിക്കാരി മരിച്ചുപോയി. അപ്പം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഇമോഷണലായി. അങ്ങനെ ഞങ്ങളുടെ പാചകമൊക്കെ ഭയങ്കര ലാഗായിപ്പോയി. അങ്ങനെ എന്തായാലും അതുകൊണ്ട് എനിക്ക് പായസമൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പായസമൊക്കെ വെച്ചത് ഞാനാണ്. അങ്ങനെ എന്തായാലും കറിയൊക്കെ സെറ്റ് ചെയ്തു. ആദ്യത്തെ കഴിക്കാനുള്ളവരൊക്കെ ഇരുന്ന് അത് അവർക്കെല്ലാം വിളമ്പി വെച്ചിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഇനി തയ്യക്കടയിൽ പോവുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് ഇന്ന് ഒരു കാളയുണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന്. അപ്പോൾ അതിന് ഡ്രസ് കോഡ് ഉണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി പോയിട്ട് വന്നപ്പോഴത്തേക്ക് 3 മണി. അപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് ഡ്രസ്സിട്ട് നേരെ നമ്മൾ അമ്പലത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പം എല്ലാം തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ കാള കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസാണ്. ഇവരുടെ കൂടെയാണ് നമ്മൾ ഉത്സവം എന്നും കാണാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉത്സവമൊക്കെ കണ്ടു. ഇതൊക്കെ വേറെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുടെ ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഈ വട്ടം നമ്മൾ ഡാൻസ് ഒന്നും കളിക്കാൻ പോയില്ല. നമ്മളിതിൻ്റെ കൂടെ നടന്നു, എന്നിട്ട് മാറി നിന്നത്. ഈ ലൈറ്റ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. അങ്ങനെ കഴിഞ്ഞ വട്ടം എനിക്കൊരു ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഈ വട്ടം ആരും കളിക്കാനൊന്നും പോകണ്ട. പക്ഷെ അമ്മ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്നും കളിക്കാൻ ഇറങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നു. നല്ല ഉത്സവമായിരുന്നു ഈ വട്ടത്തെ. കുറേ ഫ്ലോട്ടും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കാള. ഞങ്ങളുടെ കാളയാണ് ഏറ്റവും വലിയ കാള കേട്ടോ. ഞങ്ങൾക്കാണ് ഈ പോപ്പറും സംഭവമൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ DJ ലൈറ്റ് ഈ സാധനം ഉണ്ടായിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ട് പാനിപ്പൂരിയും കുലുക്കി സർബത്തും പിന്നെ വേറെ എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. അതിൻ്റെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഇവിടുന്ന് ഈ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ അല്ല, ഇത് വേറെ ക്ലബിൻ്റെയാണ്. അവർക്ക് തെയ്യമൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമ്മുടെ ചെണ്ടമേളം തൃശ്ശൂർക്കാരുടെ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ കടയിൽ കയറി നമ്മൾ വള നോക്കാൻ കയറിയതാണ്. പക്ഷേ ഇതെല്ലാം കുപ്പിവളയാണ്. അതെനിക്ക് പേടിയാണ് കുപ്പിവള ഇടുന്നത്. അങ്ങനെ നമ്മൾ ഈ സാധനം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നു. ഇത്രയേ ഉള്ളൂ.